ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുന്നൊരു കാര്യം പറയട്ടെ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. ഇന്നത്തെ ദിവസം 2025 അവസാന ദിവസമാണ്, അവസാന റീഡിംഗ് ആണ്. നാളെ മുതൽ പുതിയൊരു വർഷമാണ്, പുതിയ കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്. 3-4 ദിവസമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ യൂണിവേഴ്സിന് ഒരു ചെറിയ ലെറ്റർ പോലെ എഴുതുന്നുണ്ട്. 21 പ്രാവശ്യം നമ്മൾ എഴുതുന്നുണ്ട്. അതിൻ്റെ അവസാന ദിവസമാണ്. ഇത് ഞാൻ എഴുതി കാണിക്കുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ റീഡിങ്ങിന് കുറച്ച് താമസം വരുന്നുണ്ട്. അതുകൊണ്ട് എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതുകൂടി നിങ്ങൾ ഇന്ന് 21 പ്രാവശ്യം എഴുതി വെക്കണം. എല്ലാം സാധിച്ചതിന് താങ്ക് യു എന്നും പറയണം. എങ്ങനെയാണ്? തുറന്ന ഹൃദയത്തോടെ കേൾക്കുന്നവരോട് പ്രപഞ്ചം അതിൻ്റെ രഹസ്യങ്ങൾ മന്ത്രിക്കുന്നു. പ്രപഞ്ചം ഒരു അവസ്ഥയാണ്, എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ബോധമാണ്. ഇതാണ് നിങ്ങൾ അറിയേണ്ടത്. എന്താണ് പ്രപഞ്ചമെന്ന് ചോദിക്കുന്നവരോട് പ്രപഞ്ചം ഇതാണ് എന്നുള്ള ഒരു ആൻസറാണിത്. നമ്മൾ തുറന്ന ഹൃദയത്തോടെ യൂണിവേഴ്സിനോട് ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പ്രപഞ്ചം നമുക്ക് രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുവെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തെ കാണണം, അറിയണമെന്നാണ് പറയുന്നത്. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു പ്രദേശമോ സ്ഥലമൊന്നും അല്ല, ഒരവസ്ഥയാണ്. നമ്മൾ ചോദിക്കുന്ന ഓരോരോ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ആ ഒരു ശക്തിയാണ്, ആ ഒരു ബോധമാണ് നമ്മളിലേക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് സാധിപ്പിച്ചു തരുമെന്നുള്ള വിശ്വാസമാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സെക്കൻഡ് ഒരു നോട്ട് എന്ന് പറയുന്നത്? വിശ്വസിക്കുക. വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ നേടിയെടുക്കണതിന് എന്താണ് വേണ്ടത്? ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ 3 കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സമയം വരുന്നു എന്നാണ് എഴുതിയേക്കണേ. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് എൻ്റെ സമയം വരുന്നു. നിങ്ങൾ പറയണം എൻ്റെ സമയം വരുന്നു. അടുത്ത വർഷം എന്ന് പറയുന്നത് എനിക്കായിട്ടുള്ള സമയമാണ്, ഞാൻ ആഗ്രഹിച്ചത് നേടാനായിട്ടുള്ള എൻ്റെ സമയമാണ്. പ്രപഞ്ചം എന്നിലേക്ക് തരുന്ന കാര്യത്തെയാണ് നിങ്ങൾ കാണേണ്ടത്. പിന്നെ എന്താണ്? ഉപേക്ഷിക്കരുത്. ആരെ ഉപേക്ഷിക്കരുത്? പ്രപഞ്ചത്തെ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ പരിശ്രമത്തെ ഉപേക്ഷിക്കരുത്. കഠിനമായി പരിശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം സാധിച്ചതായിട്ട് സങ്കല്പിക്കുക. കാണുന്നുണ്ടോ? ഇനി റീഡിങ്ങിലേക്ക് പോവാണ്. നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് അറിയാനുണ്ട്. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. അതിലേക്ക് പോവാണ്. ഇത് നമ്മൾ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വർഷം കഴിയുന്ന ഈ നിമിഷത്തിൽ അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യം, നിങ്ങളും അവരും ചേരുവാനുള്ള എല്ലാ സാധ്യതകൾ നമ്മൾ നോക്കുന്നുണ്ട്. ടൈം കാർഡ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ റീഡിങ്ങും എടുക്കുന്നുണ്ട്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് കാർഡാണ്. 8 ഓഫ് സോർട്സ് കാർഡ്. പൂർണ്ണ വിശ്വാസമാണ് ഇവിടെ വേണ്ടത്. 8 ഓഫ് വാൻസ് കാർഡ് റിവേഴ്സ് ആണ്. 4 ഓഫ് വാൻസ്. 3 ഓഫ് വാൻസ്. 10 ഓഫ് കപ്സ്. ഹാങ്മാൻ. യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ആവാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ വർഷം അവസാനം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്, ഇന്നത്തെ ദിവസത്തെ മെസ്സേജ്, അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ്, നിങ്ങളുടെ എനർജി നോക്കുകയാണ്. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്, നിങ്ങളുടെ മൂല്യം.
നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണെങ്കിൽ, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു സൈലൻസ് തന്നെയാണ് അവരിലേക്ക് മാറ്റം വരുത്തിയിട്ടുള്ളത്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ് അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ മൂല്യം അവർ തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. ഫീലിംഗ് സ്റ്റക്കിനെയാണ് കാർഡ് പറയുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ചുറ്റുമുള്ള വ്യക്തികളുടെ മുന്നിൽ അവർ ബോൾഡായിട്ട് നിൽക്കുന്നുണ്ടാവാം. പക്ഷേ അവർ മാത്രമായിട്ടിരിക്കുന്ന നിമിഷത്തിലെ സമയത്തിൽ അവർ തനിച്ചാണെന്ന് പറയുന്നു. നിങ്ങളുടെ ഓർമ്മകളാൽ അവർ കെട്ടപ്പെട്ടിരിക്കുകയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഓൾഡ് സ്റ്റോറിയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ, ഈ ഒരു സെപ്പറേഷൻ വരുത്തിയതിൽ അവരാണ് കാരണമെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ഒരു ഹോപ്പിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് നല്ല രീതിയിലുള്ള വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് തിരിച്ചറിയുന്നു. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു. 8 ഓഫ് വാൻഡ്സ് കാർഡ് റിവേഴ്സാണ്. ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൽ അവർക്ക് സ്റ്റെബിലിറ്റി ഇല്ലായ്മ, എല്ലാത്തിലും ഡിലേ വരുന്നു. അവർക്ക് എനർജി നഷ്ടപ്പെടുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഓർത്തെടുക്കുമ്പോൾ അവർക്ക് നിങ്ങളിലാണ് ഒരു സാധ്യത കണ്ടിട്ടുള്ളത്. നിങ്ങളിലാണ് അവർ ഹാപ്പി ആയിട്ടിരുന്നിട്ടുള്ളത്. ഇന്ന് വളരെയേറെ ദുഃഖമാണ് കാണിക്കുന്നത്. അവർ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. അവർക്ക് എല്ലാം ഒരു ഡിലേ കാണിക്കുകയാണ്. അവർക്ക് ചുറ്റുമുണ്ടെങ്കിലും അവർ തനിച്ചാണെന്നുള്ള ഫീലിങ്സ് അവരിലുണ്ടാവുകയാണ്. ചില കാര്യങ്ങൾ അവരിലേക്ക് നേടാതെ പോവുകയാണ്. ആഗ്രഹിച്ചത് നേടാതെ പോവുകയാണ്. 8 ഓഫ് വാൻഡ്സ് കാർഡ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ നമുക്ക് പറയാം സാധ്യത അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർ നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡിലേ ആണ് കാണിക്കുന്നത്. റിവേഴ്സാണ്. അടുത്ത വർഷം 2026 നിങ്ങൾക്കുള്ള വർഷമായിട്ട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് നേടാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. ഇവിടെ ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് കാണിക്കുന്നത്. സെലിബ്രേഷനെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേരിൽ ഒരു മാരേജിലേക്കും കമ്മിറ്റ്മെൻറ്റിലേക്കും എത്തുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന വർഷമാണ് 2026. നിങ്ങൾ ആഗ്രഹിച്ചത് നേടാനുള്ള വർഷമാണ് എന്ന് പറയുന്നു. സാധ്യത തന്നെയാണ്. സെലിബ്രേഷൻ, അത്രയേറെ സന്തോഷിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. 2025 എന്ന് പറയുന്നത് ചില രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം, എല്ലാം കൊണ്ടും സങ്കടങ്ങൾ മാത്രമായിരുന്നൊരു വർഷമായിരിക്കാം. എങ്കിൽ 2026 എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് സാധ്യത തന്നെയാണ്. തടസ്സങ്ങൾ ഉണ്ടാകാം. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നെഗറ്റീവായിട്ടുള്ള എനർജികൾ ഇവിടെ അവസാനിക്കട്ടെ. അടുത്ത വർഷം എന്ന് പറയുന്നത് എന്നിലേക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ, അത് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ അത് മനസ്സിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാപ്പാടാവും. ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ പറഞ്ഞ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മളിലുള്ള നെഗറ്റീവ് ചിന്തകൾ, എനർജീസൊക്കെ റിമൂവായി പോവും. ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് വന്നവർക്കറിയാം. ജനറൽ റീഡിങ്ങിന് വരുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഒരു മെച്ചമെന്ന് പറയില്ലേ, ലാഭമെന്ന് പറയില്ലേ കിട്ടുന്നത്. ആസ് എ റീഡർ എനിക്ക് അതിലൊരു ലാഭമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കൂടിയും എഴുതി തരുന്നത്. നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് എഴുതി തരുന്നത്. ഇന്ന് എഴുതാത്തതെന്ന് വെച്ചാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ റീഡിങ് ലേറ്റ് ആവുന്നു, അതുകൊണ്ടാണ്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവർ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷത്തെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. വെയിറ്റിംഗ് എനർജിയാണ്. ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളെ കാണുവാനായിട്ട് അത്രമേൽ ആഗ്രഹമുണ്ട്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷം മുതലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാർഡ്സ് പറയുന്നു.
ഇവിടെ നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ തന്നെയാണ് അവർ സ്വപ്നം കാണുന്നത്. 10 ഓഫ് കപ്സ് കാർഡാണ്. അവരുടെ ഇമോഷനെയാണ് 10 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ അവർ അത്രമേൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമൊത്തുള്ള നല്ലൊരു ജീവിതമാണ്, ഫാമിലിയാണ് എന്ന് കാർഡ്സ് പറയുന്നു. കമ്മ്യൂണിറ്റിയാണ് ഈ കാർഡ് പറയുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോട് അവർക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഈ കാർഡ് പറയുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പൂർണ്ണതയിലെത്താൻ പോകുന്ന വർഷമാണ് 2026 എന്ന് പറയുന്നത്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഇവിടെ ഡിവൈൻ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെ കാണിച്ചു തരുന്നു. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായി പോവില്ല. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു ലൈഫ് പൂർണ്ണതയിൽ എത്താൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം അത്രമേൽ സന്തോഷിക്കാൻ പോവുകയാണ്. ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവുന്നത് എന്താണ്? നിങ്ങളുടെ പേഴ്സണും കുഞ്ഞുങ്ങളത്തുള്ളൊരു ജീവിതമാണ്, നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഇതിനൊക്കെ എന്താണ് വേണ്ടത്? നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവണം, യൂണിവേഴ്സിൽ വിശ്വസിക്കണം. ഇവിടെ യൂണിവേഴ്സ് നമ്മൾക്ക് എല്ലാം തരുന്നു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിക്കാതെ നമുക്കൊന്നും കിട്ടില്ല. യൂണിവേഴ്സിൽ നമ്മൾ സറണ്ടർ ആവണം. പ്രപഞ്ചശക്തി എന്തെന്ന് നിങ്ങൾ അറിയണം. പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യവും സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. നിങ്ങളിലെ ഇന്നർ റിഫ്ലക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആകൂ. അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് ന്യൂ വിസ്ഡം ഫൗണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ടീച്ചിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ത്യാഗത്തെ, നിങ്ങളുടെ സാക്രിഫൈസിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഈ ഒരു വർഷം അവസാനിക്കുന്ന ഈ ഒരു ദിവസത്തിൽ നിങ്ങളുടെ എല്ലാ വേദനകളും ഇവിടെ അവസാനിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു അത്ഭുതം സംഭവിക്കാനായിട്ടുള്ള ആ ഒരു സമയത്തിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളിലേക്കൊരു മിറാക്കിൾ സംഭവിക്കാൻ പോവാണ്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തലത്തെ മെച്ചപ്പെടുത്താനായിട്ട് യൂണിവേഴ്സ് ഇവിടെ പോവാണ്. ഓക്കെ, തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം പൂർണ്ണതയിലെത്താൻ പോവാണ്. യൂണിവേഴ്സിൽ മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസിലല്ല വിശ്വസിക്കേണ്ടത്. പ്രപഞ്ചമാണ് നിങ്ങളിലേക്ക് എല്ലാ കാര്യവും സാധിപ്പിച്ചു തരുന്നത്. പ്രപഞ്ചത്തിൽ ട്രസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തവർക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഉറപ്പായി ഞാൻ പറയുന്നു, പേഴ്സണലിന് വന്നവർക്ക് അവരുടേതായ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കാർഡ് എടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രേയേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ചെയ്തവർക്ക് ഒരുപാട് പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലെ കൂടി 3-4 മെസ്സേജാണ് നമുക്ക് വന്നിട്ടുള്ളത്, അവരുടെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തവർക്കറിയാം. ഇപ്പോൾ ജനറൽ റീഡിംഗ് കണ്ടിട്ട് തന്നെ ഒത്തിരി പേർക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഞാനെന്ന റീഡർ നിങ്ങളിൽ ഒരാൾ മാത്രമാണ്. ഇവിടെ പ്രപഞ്ചശക്തിയാണ് കാർഡ്സിലൂടെ എനിക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതനുസരിച്ച് ചെയ്യുക കൂടെ വേണം. ഞാൻ നിങ്ങളിൽ ഒരാൾ മാത്രമാണ്. ഞാൻ പറയുന്ന കാര്യം എനിക്ക് കാണിച്ചു തരുന്ന പ്രപഞ്ചശക്തിയാണ്. അത് ഞാൻ പറയുന്നത് നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ സാധിക്കുമെന്ന് ഞാൻ പറയുകയാണ്, ഉറപ്പ് പറയുകയാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ പുതിയൊരു വർഷമാണ്. നിങ്ങൾ പൂർണ്ണ വിശ്വസ്തയോടുകൂടി ചെയ്യുകയാണെങ്കിൽ സാധിക്കും. ഞാൻ ഇവിടെ ടൈം കാർഡ് എടുക്കുകയാണ്. On date 1/10/1928 of this or next month, take father's help. നിങ്ങളുടെ പിതാവ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഡേറ്റ് എന്ന് പറയുന്നത് 1/10/1928. ഈ മാസം കഴിഞ്ഞു, പുതിയ വർഷം നിങ്ങൾക്കുള്ള വർഷമാണ്. ഇൻ 19 days, 19 ദിവസം, ജാനുവരി 19-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. On 9/18/27 of this month or next, take your brother or brother-like person help. 9/18/27 ജാനുവരി. പൂർണ്ണ വിശ്വാസമാണ് ഇവിടെ ആവശ്യം. സാധിക്കുമെന്നുള്ള വിശ്വാസമാണ്. വിത്തിൻ 5 months. ഡിലേ ഉണ്ട്, ഒരു 5 മാസം. ഓക്കെ, പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നവർക്ക് ഇവിടെ യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തന്നെയാണ് തരുന്നത്. നിങ്ങൾക്ക് സാധിക്കാനായിട്ടുള്ള കാര്യം നിങ്ങൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാൻ, മാനിഫെസ്റ്റ് ചെയ്യാൻ. കേട്ടോ, മാനിഫെസ്റ്റ് ചെയ്താൽ സാധിക്കാതെ ഒന്നുമില്ല. 3-ാം തീയതി ഫുൾ മൂണാണ് വരുന്നത്. അഫർമേഷൻ ചെയ്തവർക്ക് സാധിക്കും. ഞാൻ എല്ലാ മാസവും ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. പൂർണ്ണ വിശ്വാസമാണ് ആവശ്യം. നമുക്ക് സാധിച്ച് കിട്ടിയതിലാണ് നമ്മൾ താങ്ക് യു പറയേണ്ടത്, ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത്
കരിയറാണ്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ 2026? പെർഫെക്ഷൻ, വിസ്ഡം ആണ് കാണിക്കുന്നത്. ഡിസൈനർ, ഷിഫ്റ്റ്, ദ റിബൽ, odd jobs, easy does it, spirituality, വിസ്ഡം ജ്ഞാനമാണ് പറയുന്നത്, പൂർണ്ണത എന്നാണ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലെ പൂർണ്ണതാവാദം ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത്. അത് ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങളിലേക്കുള്ള തടസ്സങ്ങൾ മാറുകയുള്ളൂ, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. പരാജയഭീതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ തോറ്റു പോകുമ്പോൾ എന്നുള്ളൊരു ഭയം നിങ്ങളിലുണ്ട്. അത് മാറ്റാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് പറയുന്നു. നിങ്ങൾ വഞ്ചിതരാകുമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഫെയിലിയർ സംഭവിക്കുമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ആവശ്യത്തിന് കഴിവുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ കഴിവുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് പറയുന്നത്. അത് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് ആദ്യത്തെ കാർഡ് പറയുന്നു. ഡിസൈനർ കാണുന്നില്ലേ? നിങ്ങളുടെ വ്യക്തിത്വമായിട്ട് പൊരുത്തപ്പെടാൻ പറയുകയാണ്, സ്വയം പ്രകടിപ്പിക്കാൻ പറയുകയാണ്, നിങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറയുകയാണ്. നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് പറയുന്നത്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. നിങ്ങളുടെ സാമ്പത്തികം സ്ഥിതി ഉപയോഗിച്ചിട്ട് സൃഷ്ടിപരമായിട്ട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുകയാണ്. മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ തന്നെ പരിശ്രമിക്കാനായിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളിലേക്ക് നോക്കി കാണാൻ പറയുകയാണ്. ഷിഫ്റ്റ്, നിങ്ങളുടെ കരിയറിനെ വ്യത്യസ്തമായൊരു ഡയറക്ഷനിലേക്ക് നയിക്കാൻ പറയുകയാണ്. നിങ്ങൾ യാത്ര തുടരുന്ന വഴിയുടെ അവസാനത്തിലെത്തിയെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ചിന്തിച്ചു പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. വളരുക എന്നാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളത്. ആ ചിന്തകളെ നിങ്ങളിൽ നിന്നും റിമൂവ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അനുയോജ്യമായ വഴി നിങ്ങൾക്ക് മുന്നിലുണ്ട്, തുറന്നു കിടക്കുന്നുണ്ട്. യൂണിവേഴ്സ് ആ സാധ്യതയെ കാണിച്ചു തരുന്നുണ്ട്. കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക, വളരുക. തീരുമാനം നിങ്ങളുടെയാണ് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ദ റിബൽ, നിങ്ങൾ വിശ്വാസങ്ങളെ പരിമിതപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ കടമകളും അവിടെ പരിമിതപ്പെടുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാതെ നെഗറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ അവിടെ തടസ്സപ്പെടുന്നു എന്നാണ് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു സംരംഭകനാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ മികച്ച രീതിയിൽ പഠിക്കാൻ പറയുന്നു. ചുറ്റുമുള്ളവരെ നല്ല രീതിയിൽ അറിയാൻ പറയുന്നു. എന്താ ബിസിനസ് ചെയ്യുന്നവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നറിയാമല്ലോ. നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരണം, പുതിയ അറിവുകൾ നേടണം, എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാമെന്ന് അറിയണം. അപ്പോൾ നിങ്ങളിലേക്കുള്ള തടസ്സങ്ങൾ എന്താണോ, വ്യക്തികളാണോ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. തിരിച്ചറിവാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ അറിയുകയും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നല്ല പാഠങ്ങൾ നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. ഡെവലപ്പ് ചെയ്യാനാണ്, നമ്മളുടെ ചിന്തകൾക്ക് നമ്മുടെ പ്രവൃത്തികൾക്ക് എല്ലാം മാറ്റം വരുത്തുക എന്നാണ് പറയുന്നത്. വിശ്വാസങ്ങൾ മാറ്റുക എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് നമുക്ക് പ്രോഗ്രസ് വരാനായിട്ട് എന്താണോ നമുക്ക് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യാനാണ്
യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഭാവി തലമുറകൾക്ക് വഴിയൊരുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടി വയ്ക്കാൻ പറ്റും. സോ നെക്സ്റ്റ് കാർഡിലേക്ക് പോവുകയാണ്. ഓഡ് ജോബ്സ്. ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കാനായിട്ട് പറയുകയാണ്. ഒരു ബിസിനസ് ആശയം കൊണ്ടുവരാണെങ്കിൽ അതിൽ മറ്റു സാധ്യതകളെ കാണുവാൻ യൂണിവേഴ്സ് പറയുകയാണ്. 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ മെച്ചം കുറഞ്ഞാലും മറ്റൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ സാമ്പത്തിക സ്ഥിതി സുരക്ഷിതമാക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നത് 1-2 ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വരുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ടെൻഷൻ വേണ്ട എന്ന് പറയുന്നു. ബിസിനസ് പരമായിട്ട് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന എനർജീസിനാണ് പറയുന്നത്. ഒരു ബിസിനസ് ചെയ്യുന്നവരല്ല, 1-2 ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഒന്നിലൊന്ന് നഷ്ടം വരികയാണെങ്കിൽ മറ്റേതിൽ നമുക്ക് ലാഭം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ കുറയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഏതിലാണോ ലാഭം വരുന്നത് അതിൽ നമുക്ക് സാമ്പത്തിക സ്ഥിതി ഉയർച്ച കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈസി ഡസ് ഇറ്റ്. സാവധാനവും സ്ഥിരതയും ഉള്ളത് അവിടെയാണ് വിജയിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എടുത്തു ചാടി ചെയ്യരുത്, ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒന്നിനും തിരക്ക് കൂട്ടരുതെന്നാണ് പറയുന്നത്. തിരക്ക് കൂട്ടാനായിട്ട് നല്ലൊരു സമയമല്ല എന്ന് പറയുന്നു. അപ്പോൾ നല്ലതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് പറയുന്നത്. ആസ് എ റീഡർ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളൊരു ബിസിനസ് ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ബിസിനസ് എന്ന് മാത്രമല്ല ഏതൊരു കാര്യമാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, ഇപ്പോൾ എബ്രോഡ് പോകാനായിട്ട് നോക്കുന്നുണ്ടാവാം, പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം, തിടുക്കം കൂട്ടരുത്, നല്ലതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിൻ്റെ ഫ്യൂച്ചർ കണ്ടിട്ട് വേണം പ്രവർത്തിക്കാൻ എന്ന് പറയുന്നു. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. പെട്ടെന്ന് സമ്പന്നരാവാനായിട്ടേ കുറേ പേരൊക്കെ എടുത്തു ചാടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തു ചാടി പെട്ടെന്ന് സമ്പന്നരാവാനായിട്ടുള്ള എളുപ്പമാർഗം, ഷോർട്ട് കട്ട്സ് നോക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാവരുടെ എനർജി അല്ല, കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരായ വഴി മതി അല്ലേ? നേരായ വഴിയിലൂടെ നമുക്ക് സമ്പാദിക്കുന്ന കാര്യങ്ങൾ മതി. അത് നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് പറയുന്നത്. സ്പിരിച്വാലിറ്റിയാണ് കാണിക്കുന്നത്. സമ്പത്തും സമൃദ്ധിയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് എന്താ ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നത്? മന്ത്രങ്ങൾ ഉപയോഗിക്കുക. യൂണിവേഴ്സിൻ്റെ മന്ത്രങ്ങൾ കേട്ടോ. ഇവിടെ ആത്മീയമായിട്ടുള്ള ഒരു ഉപദേഷ്ടാവിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാനായിട്ടുള്ള ഒരാളുണ്ടെന്ന് പറയുന്നു. ആ ഒരു വ്യക്തി പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. നിങ്ങളുടെ അതുല്യമായിട്ടുള്ള ആത്മീയത കണ്ടെത്താനായിട്ടുള്ള ഒരു സമയമാണ്, മാർഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനേക്കാളും കൂടുതൽ എന്താണ് ഞാൻ പറയേണ്ടത്? അപ്പോൾ തെറ്റായിട്ട് ചിന്തിക്കാതെ നിങ്ങളുടെ നന്മ നിങ്ങൾ മുൻകൂട്ടി കാണണം. ഈ കാർഡ്സ് പറയുന്നത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിലുള്ളത് എന്നാണ്. എല്ലാവരുടെ എനർജി അല്ല. ഇപ്പോൾ 7 കാർഡ് എന്ന് പറയുന്നത് 7 വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ എനർജീസ് ആവാം. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ചാൽ വിട്ടുകളയാം. 2025 ലാസ്റ്റ് റീഡിംഗ് ആണ്. പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്നും ഒരു ഗൈഡായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാനുണ്ടാകും. പൂർണ്ണ വിശ്വാസമാണ് ആവശ്യം. കൂടുതൽ വീഡിയോസുമായിട്ട് പുതിയ വർഷത്തിൽ കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.